ഗൈസ്, ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വന്നത്, ഞാൻ മൈൻക്രാഫ്റ്റ് പുതിയത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിം ഏതാണെന്ന് വെച്ചാൽ നമ്മൾ മൈൻക്രാഫ്റ്റാണ്. അപ്പം നമ്മൾ ഇത് മൊബൈലാണ് ഡൗൺലോഡ് ചെയ്തേക്കുന്നത്. കാരണം ഈ കൺട്രോൾ കണ്ടാലേ അറിയാം. അതുമാത്രമല്ല, ഇത് ഞാൻ എങ്ങനെയൊക്കെയോ ക്രോമിൽ പോയി എങ്ങനെയൊക്കെയോ ലിങ്കൊക്കെ എടുത്ത് ഡൗൺലോഡ് ചെയ്തതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ വീട് എൻ്റെയാണ്, ഈ വില്ലേജസ് ഈ വീട് എൻ്റെയാണ്. പക്ഷേ ഈ വീടൊഴിച്ച് ബാക്കിയെല്ലാം ഈ പിക്കാച്ചും ഈ എൻ്റെ കയ്യിരിക്കുന്ന എല്ലാം ഞാൻ സർവൈവലിൽ ഉണ്ടാക്കിയതാണ് ഗൈസ്. എൻ്റെ വീടൊന്ന് നോക്ക് ഗൈസ്. എൻ്റെ വീട്ടിനകത്ത് ഇത് കണ്ടോ, ഇത് നിന്നാൽ മതി, നമുക്ക് തന്നെ ഡോറൊക്കെ തുറന്ന് വരും. ഓക്കെ, ഇതൊക്കെയാണ് എൻ്റെ ബെഡ്. കുറേ ഞാൻ ജസ്റ്റ് ഇവിടെ DT7 എഴുതാൻ നോക്കിയതായിരുന്നു, പക്ഷേ അത് കുറച്ചും കൂടി സ്പേസ് വേണം. പിന്നെ വേണ്ടെന്ന് വെച്ചാൽ ഇവിടെ കുറേ ചെസ്റ്റ് ഇതൊക്കെ ഉണ്ട്. നമുക്ക് ഇനി ഞാനിപ്പോൾ ഇത് അയൺ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. എനിക്ക് അയണിൻ്റെ പിക്കാച്ചും വാളും ഒക്കെ വേണം. ഇപ്പം രാത്രി ആയിക്കോട്ടെ. എനിക്ക് പിക്കാച്ചിൻ്റെ വാളും പിക്കാച്ചിൻ്റെ അല്ല, അയണിൻ്റെ പിക്കാച്ചും അയണിൻ്റെ വാളും വേണം. അപ്പം അതുകൊണ്ട് അയൺ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോഴാണ് രാത്രിയായി. നമുക്കിനി അത് കാണാം. ഓക്കെ, നല്ല ഇടയ്ക്ക് നല്ല സൗണ്ടൊക്കെ വരുന്നുണ്ട്. ഇച്ചിരി കുറയ്ക്കാം, ചിലപ്പോൾ എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇച്ചിരി കൂടെ പോവാം, ഫുൾ കുറയ്ക്കാം. ഓക്കെ, പിന്നെ ഈ സൈഡിൽ കാണുന്ന ഈ പച്ച സാധനം എന്താണെന്ന് എനിക്കറിയത്തില്ല. അതാണ് മാറ്റാനും പറ്റത്തില്ല. അത് സൈഡ് വെച്ചേക്കാം. ഓക്കെ, നമുക്കിനി അടുത്ത് ഇതിന് പോവാം ഗൈസ്. നമ്മുടെ ആ വീടിൻ്റെ അടുത്ത ഒരു വലിയൊരു തണൽ പോലെ ഉണ്ട്. നമുക്ക് അവിടെ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. എനിക്ക് മെയിനായിട്ട് വേണ്ടത് എനിക്ക് ഈ ഡ്രസ്സാണ്. അയണിൻ്റെ ഡ്രസ്സും പിന്നെ ഈ വാളും പിക്കാച്ചും ഒക്കെ. ഇപ്പം ഞാൻ അതിൻ്റെ അകത്തോട്ട് പോയപ്പോൾ ഒരു സോംബി ചാടി ഇറങ്ങി വന്നു. അപ്പോൾ ഞാൻ അവനെ വെളി വിരിച്ചെടുത്ത് ഇപ്പോൾ വെയിൽ കൊണ്ടപ്പോൾ ചത്തുപോയി. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, സോംബീസൊക്കെ ഇതിനകത്ത് സോംബീസൊക്കെ വെയിൽ കൊള്ളുമ്പോൾ ചത്തുപോയില്ലോ. ഗൈസ്, അവിടെ എന്തോ ഒരു സ്കെൽട്ടനാണ് അവിടെ. ഇപ്പം എല്ലാവരും PC-യിലാണ് മൈൻക്രാഫ്റ്റ് കളിക്കുന്നത്, കാരണം മൊബൈലിൽ കിട്ടത്തില്ല. പക്ഷേ ഞാനങ്ങനെ സോംബി ഞാൻ എങ്ങനെയൊക്കെയോ നോക്കിയപ്പോൾ എനിക്ക് ഒരു ലിങ്ക് കിട്ടി. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇത് ഡൗൺലോഡായി കിട്ടി. പിന്നെ ഞാൻ കുറച്ച് നാളായി ഡൗൺലോഡ് ചെയ്തിട്ട്, എന്ന് വെച്ചാൽ അധികം നാളായില്ല. പിന്നെ ഈ പൊസിഷൻ എന്ന് പറയുന്ന ഈ എൻ്റെ ലൈഫ് ഇത് അവിടെ കണ്ടോ, അത് എന്ന് വെച്ചാൽ നമ്മളിപ്പം വില്ലേജൊക്കെ എവിടെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാനാണ്. ഇപ്പം ഞാൻ ചിലപ്പോൾ ഈ ചത്തുപോയുണ്ടല്ലോ എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം ഇതിനകത്ത് ഞാൻ ഇപ്പം ചത്തുവാണെങ്കിൽ ഞാൻ വേറെ സ്ഥലത്താണ് സ്പോണാകുന്നത്. എത്ര ആക്കിയിട്ട് അത് വരുന്നില്ല. അതുകൊണ്ടാണ് ഈ പൊസിഷൻ വെച്ച് ഈ പൊസിഷൻ നോക്കി വന്നാൽ മതി. ഇവിടുത്തെ ഇതെന്ന് വെച്ചാൽ 740 ആ സമയത്ത് ആ ഒരു സ്ഥലത്തോട്ട് വന്നാൽ മതി. അത്രയാകുമ്പോൾ വന്നാൽ മതി. ഈ ഇതെല്ലാം നോക്കി കറക്റ്റ് ആകുന്നിട വന്നാൽ കറക്റ്റ് ഈ വില്ലേജ് നമുക്ക് കിട്ടും. ഓക്കെ, നമ്മുടെ അവിടെ ഞാൻ ഗ്ലാസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ഒരു സോംബി ഇപ്പോൾ വന്നായിരുന്നു. അവിടെ ഒരു സ്കെൽട്ടനുണ്ട്. നമുക്കൊരു ഷീൽഡ് വേണം, അതൊക്കെ എല്ലാം വേണം. ഇപ്പോൾ സോംബി അതെ ചത്തു. ഇവിടെ അതിൻ്റെ ഇറച്ചി കിടക്കുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ അധികം ഒന്നുമില്ല. ഗൈസ്, ഞാൻ ക്രിയേറ്റീവ് മോഡിൽ ഇട്ട് ഉണ്ടാക്കിയത് ആ വീട് മാത്രമാണ്. എൻ്റെ കയ്യിൽ ഇരിക്കുന്ന എല്ലാം ഞാൻ ഒറ്റയ്ക്ക് സർവൈവലിൽ ഉണ്ടാക്കിയതാണ്. ഇനി നമ്മൾ സർവൈവലിൽ തന്നെയായിരിക്കും എല്ലാം ഉണ്ടാക്കുന്നത്. ക്രിയേറ്റീവ് മോഡ് ആക്കുന്നില്ല. പിന്നെന്താ, ഇനി ഉള്ള വീഡിയോയിലൊക്കെ ഈ സർവറായിരിക്കും ഞങ്ങൾ, ഈ വീടൊക്കെ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് കൂടെ ഒന്ന് ചെയ്യുക ഗൈസ്. സ്കിൽട്ടം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിടുക ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് നമുക്ക് എന്നാ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ ഇതിൽ എന്തൊക്കെ ചെയ്യേണ്ടത് പറഞ്ഞാലും മതി, ഞാൻ ചെയ്തു തരാം. ഓക്കെ, നമുക്കിനി അയൺ കണ്ടുപിടിക്കണം. പക്ഷെ അമ്മമാരാണെങ്കിൽ അവിടെ നിന്ന് മാറുന്നുമില്ല. നമുക്കിതിപ്പോൾ പൊട്ടിച്ച് പോയാൽ അങ്ങ് എവിടെ എത്തുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് അവനെ ഒന്ന് കൊന്നിട്ട് നമുക്ക് അയൺ എടുക്കാം. സോംബി ഇപ്പം കത്തുന്നുണ്ട്. ഓക്കെ, ഇതല്ലാതെ വേറെ തണൽ ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് മണ്ടയ്ക്കൊക്കെ ഒരു വീടുണ്ട്, 2 വീടുണ്ട്. അത് എന്നാത്തിനാന്ന് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. ഗായ്സ്, തീ പിടിച്ച് യെസ്, അയങ്കോളം അവനെ തീർത്തിട്ടുണ്ട്. അതേ അടുത്ത വരുന്നത് കുറേ ഉണ്ട് ഗൈസ്. ഞാൻ ആദ്യം ഒരെണ്ണത്തിനെ കണ്ടു, അത് ഇനി പോയെന്ന് വെച്ച് പറഞ്ഞാൽ ഒരു സ്കെൽട്ടനും ഇത്
പിന്നെ അല്ല ഇതിൻ്റെ ബഹളമായിരുന്നു. ദേവം നോക്കട്ടെ. അയ്യോ, ഏതല്ല ഈ വെളി വരുമ്പോൾ തീ പിടിക്കുന്ന സിസ്റ്റം ഉള്ളതുകൊണ്ട് നന്നായി. നമ്മളിപ്പോൾ ഒരു കുഴി വീണിട്ടുണ്ട്. ഓക്കെ, അതായത് ഒരു പശയൊക്കെ ഇതിൻ്റെ അടുത്ത് വരുമ്പോൾ എന്തോ ഇങ്ങനെ പുരുപുരോട്ട് കാണുന്നുണ്ടോ, അതെന്നാന്നറിയത്തില്ല. നേരത്തെയൊക്കെ മൊബൈലിൽ നമുക്ക് കളിക്കായിരുന്നു, പക്ഷെ ഇപ്പം അതിങ്ങനെ പറ്റത്തില്ല. ഇപ്പം കിട്ടുവാണെങ്കിൽ തന്നെ അത് ആകത്തില്ല. ആപ്പ് നോട്ട് ഇൻസ്റ്റാൾഡ് എന്ന് പറഞ്ഞ് കാണിക്കും. ഓക്കെ, നമുക്ക് ഒന്ന് പോയി നോക്കാം. ഓക്കെ നമുക്ക് ഇപ്പം ടോർച്ചും കാര്യങ്ങളൊക്കെ വെക്കണം. നമ്മളിതിപ്പോൾ എങ്ങാനും പോയാൽ നമ്മൾ വേറെ സ്ഥലത്ത് സ്പോണാവും. എനിക്കറിയത്തില്ല, അത് എത്ര സേവ് ചെയ്തിട്ടും അതാകുന്നില്ല. പതിയെ പോവാം. കണ്ടോ, താഴെ എന്തൊക്കെയോ ഉണ്ട്. അയണല്ല പക്ഷെ എന്തൊക്കെയുണ്ട്. അതെ സോംബി. ഇവന്മാർ സമ്മതിക്കുന്നില്ല ഗൈസ്. നമുക്ക് വേറെ ഒരു ടണലിലോട്ട് ഇങ്ങനെ കുഴിയിലോട്ട് ഇങ്ങനെ പോവാം. അപ്പോൾ വേറെ കിട്ടുമായിരിക്കും. നമുക്ക് വേറെ സ്ഥലത്ത് പോകാം. ഇവിടെ നിന്ന് നമ്മുടെ സമയം പോകത്തുള്ളൂ. അത് മാത്രമല്ല നമ്മുടെ വീഡിയോ ലോങ് ആവും. അതുകൊണ്ട് നമുക്ക് മണ്ടയ്ക്കോട്ട് കയറി പോകാം. പിന്നെ നമ്മുടെ വീട് കണ്ടുപിടിക്കാൻ ഗൈസ് ഇവിടെ കോളുണ്ട്. കോൾ എടുക്കാം. കോളുണ്ട്. ഞാൻ എവിടേക്കോ പോയപ്പോൾ ഡയമണ്ടൊക്കെ കണ്ടു, പക്ഷെ അത് ക്രിയേറ്റീവ് മോഡിലിട്ട് എന്ന് വെച്ചാൽ ഞാൻ ഈ വില്ലേജ് കണ്ടുപിടിക്കാൻ കുറേ നേരം എടുക്കും. നാളെന്ന് വെച്ചാൽ കുറച്ച് ദിവസം എടുത്തു, 2-3 ദിവസം എടുത്തു. വേറെ വില്ലേജൊക്കെ കണ്ടു, പക്ഷേ ആ വില്ലേജൊക്കെ ഒരുമാതിരി ഈ വേറെ എന്ന് വെച്ചാൽ ഇതുപോലത്തെ കളറല്ല, ഈ തടിയുടെ കളറല്ല, വേറെ സൈസ് വില്ലേജൊക്കെ ഉണ്ടല്ലോ, അതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അതെടുക്കാം. എനിക്ക് ഈ വില്ലേജൊക്കെ ഇഷ്ടം. അപ്പം കുറേ കോൾ കിട്ടിയിട്ടുണ്ട്. അവിടെ ഒരു കോളുണ്ട്, പൊട്ടിക്കട്ടെ. നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട്. എടുക്കാൻ പറ്റുന്നില്ലല്ലോ. പറ്റുന്നില്ല. കിട്ടി. ഓക്കെ, നമുക്കിതും കൂടെ അങ്ങ് എടുക്കാം. കോളൊക്കെ ഇനി ആവശ്യം വരും. നമ്മളിനി ഡയമണ്ടൊക്കെ കണ്ടുപിടിക്കാൻ പോകുന്നതായിരിക്കും. ഓക്കെ, ഇനി മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും. പിന്നെ CPMൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. പക്ഷേ ഇത് ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് വന്നല്ലോ, ഫോർച്യൂണറിൻ്റെയും പിന്നെ പുതിയ ഗ്യാരേജിൻ്റെ ഒക്കെ. പക്ഷേ അതെനിക്ക് എന്നാ പറ്റിയെന്ന് അറിയത്തില്ല. എനിക്കത് അപ്ഡേറ്റ് ആകുന്നില്ല. എന്തൊരു പ്രശ്നമുണ്ട് ഗൈസ്, എനിക്കറിയത്തില്ല. അതെ, നമ്മുടെ ഈ അയൻകോളമൊക്കെ എവിടെ പോയി കിടക്കുക. ഞാൻ കുറേ അയൻകോളത്തിന് ഇച്ചിരിയൊക്കെ വിട്ടു, കാരണം ഇവിടെ കുറവായിരുന്നു അയൻകോളം. അതുകൊണ്ട് ഞാൻ വിട്ടു. പക്ഷേ വില്ലേജിന് ഇത്ര മാറി കിടക്കണം. ഞാൻ അവിടെ ഇട്ട സാധനത്തെ ഇവിടെ വന്നു. അതിൻ്റെ ലൈഫൊന്നും ഒട്ടും ഇല്ല. പക്ഷേ എന്താ ചെയ്യാനാണോ, കണ്ടില്ലേ, എല്ലാം റിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് അയൺ വേണം. അപ്പോൾ അയൺ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അങ്ങോട്ടൊക്കെ പോകണം. എനിക്കിനി മണ്ടയ്ക്കോട്ട് കയറി പോകണം. ബട്ട് അങ്ങനെ കയറി പോകും. നമുക്ക് അതുവഴി വേണമെങ്കിൽ കയറി പോവാം. ഇപ്പം ആദ്യം നമുക്ക് എന്താ പറയുക, നമുക്ക് ആ ടണലിൽ ഒന്നും കൂടെ പോയി നോക്കാം. നമുക്ക് എല്ലാത്തിനും കൊന്നാൽ പോരെ. എനിക്ക് തോന്നുന്നത് അവിടെ എന്തൊക്കെയോ ഉണ്ടെന്ന്. കാരണം അവിടെയാണ് ഇച്ചിരി കൂടെ അടിപൊളി സംഭവങ്ങളൊക്കെ ഉള്ളത്. വാളെടുക്കാം. സോഡ് എടുത്തിട്ടുണ്ട്. ഓക്കെ, മറന്തി പതിയെ സോംബിസിനൊന്നും കാണും. അയ്യോ, അമ്മമാർക്ക് വേറെ ഡ്രസ്സുണ്ട്, നമുക്ക് മാത്രമില്ല. വെളിവാ. എല്ലാത്തിനും നമുക്ക് വെളിയിൽ കൊണ്ടുവന്നിട്ട് ഇത് കൊല്ലാം, എന്നിട്ട് നമുക്ക് കയറാം, എല്ലാത്തിനും തീർക്കാം. ഓക്കെ, ഇനി ഇവിടുന്ന് വന്ന് കൊല്ലാം എല്ലാത്തിനും വിളിക്കാം. പറയാൻ പറ്റത്തില്ല. നമുക്കിപ്പോൾ ഒന്നും കഴിക്കാനേ നമ്മുടെ ലൈഫ് നമുക്ക് എടുക്കാവേ. നമുക്കൊരു പുതിയ സാധനം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ കഴിക്കാൻ ആപ്പിളുണ്ട്. ഞാൻ വില്ലേജേഴ്സിൻ്റെ വീട്ടിൽ പോയി എടുത്തോണ്ട് വന്നാൽ അവരറിയാതെ അവരറിയണ്ട നമ്മളെ തൂക്കും. പിന്നെ നമുക്കിനി അടുത്ത ആളെ കൊല്ലാൻ പോവാം. ഓക്കെ, അതുമാത്രമല്ല ഗൈസ്, എനിക്ക് 30 സബ്സ്ക്രൈബേഴ്സേ ഉള്ളായിരുന്നു. ബട്ട് ഞാൻ അത് പെട്ടെന്ന് ഇവൻ വരുന്നുണ്ട്, എൻ്റെ പേരിന് ക്രീപ്പർ വരുന്നുണ്ട്. എനിക്ക് 30 സബ്സ്ക്രൈബേഴ്സേ ഉള്ളായിരുന്നു. ഒരു 5-4 ഷോർട്സ് വീണ്ടും ഇട്ടപ്പോൾ ഞാൻ ഇത് നിർത്താനൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ എന്താ വെച്ചാൽ ഞാൻ വീണ്ടും ഇട്ടപ്പം ഇപ്പം എനിക്ക് 67 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്.
എടാ അവിടെ അല്ലടാ പൊട്ടണ്ടേ, ഇവിടെ പൊട്ട, അതാകുമ്പോൾ ഇച്ചിരി കൂടെ വലുതാവൂലോ. ആ പൊട്ടിയോ? ആ പൊട്ട ആണോ? പൊട്ടിട്ട് ഇത്രയും എനിക്കറിയത്തില്ല. ഓ അവൻ പൊട്ടില്ല. ആ അതെ, അതൊക്കെ അതിൽ കൂടെ ഇറക്കാൻ പറ്റും. ആ അതുകൊണ്ടാണ് ഇപ്പം അതൊരു വഴിയായില്ലേ. ഓക്കെ. ആ ഇതിപ്പോൾ കൊള്ളാവേ. ആടെ ഇത് കൊള്ളാലോ. നമുക്ക് ഇതിലെ കൂടെ ഒരു വഴിയായാലോ. അടിപൊളി. അത് നല്ലൊരു ഉപകാരമായി പോയി ആ ക്രീപ്പർ വന്നത്. ഓക്കെ, നമുക്കിനി എല്ലാവരും കൊല്ലാം. ഇങ്ങോട്ടോ ചായ്. യെസ്. എന്നിട്ട് അത് തന്നെ അവിടെ കിടന്നുള്ളു. എൻ്റെ വില്ലേജ്. എനിക്ക് ഒട്ടും ലൈഫില്ല. എങ്ങനെ ചത്തു വരുന്നതിലോ. നമുക്ക് ഇച്ചിരി ലൈഫ് കൂട്ടണമെന്നുണ്ട്. പക്ഷെ പൊട്ടാറ്റോ, ഇച്ചിരി പൊട്ടാറ്റോ കിട്ടിയായിരുന്നു. പക്ഷേ നമുക്ക് ഈ സോംബിയുടെ ഇത് തിന്നാനും പറ്റത്തില്ല. നമ്മുടെ ആപ്പിളുണ്ട് കഴിച്ചു. നമ്മൾ ഇനി ആപ്പിൾ ഇരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഇത് ടച്ചാവുമ്പോൾ എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ ഈ വീഡിയോ വലിയ ലോങ് ആക്കാൻ തീരുമാനിക്കുന്നില്ല. ഇപ്പം തന്നെ ഒരു 11 മിനിറ്റോളമായി. ഓക്കെ, നമുക്ക് ഇച്ചിരി കൂടി നേരം എടുത്തിട്ട് നമുക്ക് പൊട്ട ലൈഫില്ല. നമുക്ക് പതിയെ ഇനി ഇറങ്ങാൻ പോവാം. ഇതെനിക്ക് തോന്നുന്നത് വേറെ തോന്നുന്നു. നമ്മൾ കണ്ടത് വേറെ. പക്ഷെ ഈ വെട്ടമൊക്കെ എവിടെ നിന്നാണ് എനിക്കറിയത്തില്ല. ഇത് അത് തന്നെയാണെന്ന് തോന്നുന്നു. അത് തന്നെയാണ്. കണ്ടോ നമ്മളില്ലേ കൂടെ അല്ലേ ഇറങ്ങി വന്നേ. ഇങ്ങനെ എനിക്കറിയത്തില്ല ഗൈസ്. നമ്മൾ ഇറങ്ങി വന്ന വേറെ വഴി, അന്ന് അതേ സ്ഥലവുമാണ്. എനിക്കറിയത്തില്ല. നമുക്ക് പോവാം. ഓ ഗോയ്സ്, കുറേ പേരുണ്ട് അവിടെ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ ഓടാ നമുക്ക് ഒട്ടും ലൈഫില്ല ഗൈസ്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കാരണം ഇത് നമ്മൾ കുറച്ചും കൂടി സംഭവങ്ങളും സാധനങ്ങളൊക്കെ വേണം. നമുക്ക് കുറേ എന്താ പറയുക, കുറേ വാളും ഐറ്റംസൊക്കെ വേണം. എന്നാലേ നമുക്ക് ഇവന്മാരെയൊക്കെ പതിയെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ പാർട്ട് 2 ഞാൻ ഇറക്കുന്നതായിരിക്കും എന്തായാലും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.